ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനും കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായ സ്തോത്രം. ഇന്ന് ചിന്തയ്ക്കെടുത്ത വേദഭാഗം 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 3, 4, 5, 7 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം നോക്കാമെങ്കിൽ ഇവിടെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിൽ ഉള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പ്രിയ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, കഷ്ടത്തിലായിരിക്കുന്നത്, വേദനയിലായിരിക്കുന്നത്, ദുഃഖത്തിലായിരിക്കുന്നത് ഒരിക്കലും അത് കർത്താവ് അറിയാതെ വന്നതല്ല. കർത്താവ് അറിഞ്ഞിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന്, ഹല്ലേലൂയ, കഷ്ടതകളൊക്കെ മറന്ന്, വേദനകളൊക്കെ മറന്ന്, ഭാരങ്ങളൊക്കെ മറന്ന്, പ്രതിസന്ധികളൊക്കെ മറന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, ക്രിസ്തുവെ എൻ്റെ മേലൊന്ന് അഴിച്ചൊന്ന് എന്നൊന്ന് പണിയണമേ എന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവ് നമ്മളെ പണിയുവാൻ അവൻ സർവശക്തനാണ്. അവൻ സർവത്തിനും യോഗ്യനാകുന്ന പിതാവാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാകുന്ന പിതാവാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് പറയണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വിഷമതകളും ഭാരങ്ങളും. ഒരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഭാരത്തിൻ്റെ നടുവിലായിരിക്കാം വന്നിരിക്കുന്നത്, വേദനയുടെ നടുവിലായിരിക്കാം വന്നിരിക്കുന്നത്, പലവിധമായ കഷ്ടത്തിൻ്റെ നടുവിലായിരിക്കാം വന്നിരിക്കുന്നത്. ഇവിടെ വചനം പറയുന്നത് പോലെ ദൈവം ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വരുന്നത്, ഹല്ലേലൂയ, അത് മറ്റുള്ളവരെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോയത് കൊണ്ട് അവരെ ആശ്വസിപ്പാൻ തക്കതായൊരു ബലം നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകൾ വരുന്നത് നമ്മൾ മൂർച്ചേറിയൊരു ആയുധമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. അവിടെ വേദനകൾ വരും, ഭാരം വരും, കണ്ണുനീർ വരും, ഞെരുക്കം വരും. ഇയ്യോബിനെ, ഹല്ലേലൂയ, അവൻ്റെ ജീവിതം നോക്കാമെങ്കിൽ, ഹല്ലേലൂയ, അവനുള്ള സകലതും ശത്രുവായവൻ, ഹല്ലേലൂയ, തകർത്തപ്പോൾ അതിൻ്റെ നടുവിൽ അവൻ തളർന്നു പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിലുള്ളൊരു വിശ്വാസം അവൻ്റെ മേലുണ്ടായിരുന്നു, കർത്താവിലുള്ളൊരു ആനന്ദം അവൻ്റെ മേലുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ, ഹല്ലേലൂയ, ഇവിടെ വേദനയുടെ നടുവിലായിരിക്കുന്ന ചില വ്യക്തികളുടെ വേദനകളെ മാറ്റുവാൻ, ഭാരത്തിൻ്റെ നടുവിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ ഭാരങ്ങളെ മാറ്റുവാൻ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ചില മരണത്തിൻ്റെ, ഞാൻ മരിക്കണം എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയുടെ നടുവിൽ നിന്ന് ആ ചിന്ത എടുത്തു മാറ്റുവാൻ ഇന്ന് പരിപൂർണമായി കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കണ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ചില അശുദ്ധാത്മാക്കൾ നിങ്ങളുടെ ശരീരത്തെ വിട്ട് നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയുള്ള, നിങ്ങളെ മുടിക്കുന്ന, നിങ്ങളെ മരണത്തിലോട്ട് വലിച്ചു തള്ളിയിടുന്ന, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ ചില വിഷയത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, ആ വൈശാചിക മണ്ഡലങ്ങളെ മാറ്റി ഒരു വിടുതലിന് അയക്കുന്ന പരിശുദ്ധൻ നമ്മുടെ നടുക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആയിരുന്നാൽ, ഹല്ലേലൂയ, ചിലത് പ്രാപിച്ചിട്ടേ മടങ്ങി പോകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനം ഒരിക്കലും അത് വെറുതെ പോകത്തില്ല, അത് ചിലത് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് ഇറങ്ങിച്ചെന്ന് ചിലതിന് ഇടിക്കും, അത് ഇറങ്ങിച്ചെന്ന്
ചിലതിനെ പണിയും. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന, കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിൻ്റെ മുൻപാകെ ആയിരുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം പണിയുന്ന പകൽക്കാലമാണ്. ഇന്നത്തെ പകൽക്കാലം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പകൽക്കാലമാണ്. ഇവിടെ വചനം നോക്കാമെങ്കിൽ ദൈവം ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ആശ്വസിപ്പാൻ ശക്തരാകേണ്ടത് ഞങ്ങളുടെ കഷ്ടങ്ങളൊക്കെയും ഹല്ലേലൂയ അവർ തങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ ഏത് തന്നെ കഷ്ടത്തിലായിരുന്നാലും ഹല്ലേലൂയ, വലിയ വലിയ കഷ്ടമുണ്ട്, ചെറിയ ചെറിയ കഷ്ടമുണ്ട്, ഹല്ലേലൂയ, ഏത് തന്നെ കഷ്ടത്തിലായിരുന്നാലും കർത്താവ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ ഹല്ലേലൂയ, ആ കഷ്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ, ജയിച്ചു പുറത്തു വന്നാൽ, ഒരിക്കലും പരാജയപ്പെട്ടല്ല പുറത്തു വരേണ്ടത്, അവിടെ നിന്ന് ജയിച്ചു പുറത്തു വന്നാൽ ഹല്ലേലൂയ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്ന് ജയിച്ചു പുറത്തു വന്നാൽ വലിയൊരു നന്മ, വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിന്റെ അടുക്കൽ വരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ അടുക്കൽ വരുന്ന ചില വ്യക്തികളുടെ ഭാരങ്ങളെ മാറ്റുവാൻ കഴിയും നിങ്ങളുടെ ശബ്ദത്തിലൂടെ. ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം നോക്കാമെങ്കിൽ ഹല്ലേലൂയ, അനിയൻ പോയ സമയത്ത് എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. ഞാൻ ആൾറെഡി തകർന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, അങ്ങനെ ഇരുന്ന സമയത്ത് ഹല്ലേലൂയ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് കർത്താവ് നമ്മുടെ കരത്തെ ബലം നൽകി. ഹല്ലേലൂയ, ഞങ്ങളുടെ 3 പേരുടെ കരത്ത് ബലം നൽകി. കാരണം എന്താണ്? നമ്മൾ തകർന്നു പോകാതിരിക്കുക, നമ്മൾ വീണു പോകാതിരിക്കുക, ഏത് കഷ്ടത്തിൽ നമ്മളെ താങ്ങേണ്ടതിന്, മറ്റുള്ളവർ വേദനയുടെ നടുവിൽ വരുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ആശ്വാസം പകരേണ്ടതിന്, മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ഒരു സാന്ത്വനം പകരേണ്ടതിന്, അവരുടെ കൈക്ക് പിടിക്കേണ്ടതിന്, ഹല്ലേലൂയ തകർന്നു പോകുന്നതിന്റെ നടുവിൽ നിന്ന് അവരെ കൈക്ക് പിടിക്കേണ്ടതിന്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിന്റെ വിഷമം നോക്കി നീ ഭാരപ്പെടുകയാണോ? നിന്റെ കണ്ണുനീർ നോക്കി ഭാരപ്പെടുകയാണോ? പക്ഷെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഹല്ലേലൂയ, കർത്താവിൽ വിശ്വസിച്ചാൽ, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ, അവന്റെ വചനം പ്രകാരം ജീവിക്കുവാൻ തുടങ്ങിയ അവൻ ശക്തി നമ്മുടെ മേൽ പകരും. ആ കഷ്ടം ജയിക്കുവാൻ, ആ കഷ്ടത്തിൽ നിന്ന് മുന്നോട്ട് വരുവാൻ, ആ കഷ്ടത്തിൽ നിന്ന് കരകയറുവാൻ. ഓ ശാഖേമേനിയ, കർത്താവ് സർവശക്തനാണ്, കർത്താവ് സർവശക്തനാണ്. അതിന്റെ 5ാം വാക്യം എങ്ങനെ പറയുന്നു? ക്രിസ്തുവിൽ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങൾ ആശ്വാസത്തിൽ പെരുകുന്നു, ആശ്വാസവും പെരുകുന്നു. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ ലോകത്തിൻ്റെ ഒരു ആശ്വാസമല്ല നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്, ക്രിസ്തുവിലുള്ള ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഹല്ലേലൂയ, ക്രിസ്തുവിൽ നിന്നൊരു ഒരു കൃപ നമ്മൾ പ്രാപിച്ചാൽ, ഒരു ആശ്വാസം നമ്മൾ പ്രാപിച്ചാൽ, നമ്മൾ ഒരു ശത്രുവിന് തകർക്കുവാൻ കഴിയത്തില്ല, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് തകർക്കുവാൻ കഴിയത്തില്ല. ഇപ്പോൾ വീണു പോകും, ഇപ്പോൾ തകർന്നു പോകുമെന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ നോക്കി പല്ല് കടിച്ച് അവർ അവിടെ ഇടിഞ്ഞു പോകുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിക്കണം, ക്രിസ്തുവിൽ നിന്നൊരു ആശ്വാസം പ്രാപിക്കണം, ക്രിസ്തുവിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണം, ക്രിസ്തുവിൽ നിന്ന് ഹല്ലേലൂയ ചിലത് പ്രാപിക്കണം. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, അപ്പാ എൻ്റെ കഷ്ടപ്പാടിൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, എൻ്റെ വേദനയിൽ നിന്ന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടത് ഹല്ലേലൂയ ചിലതാണ്, എനിക്ക് വേണ്ടത് നന്മയാണ്, എനിക്ക് വേണ്ടത് ഉയരത്തിലുള്ള ശക്തിയാണ്, എനിക്ക് വേണ്ടത് അഭിഷേകമാണ്, എനിക്ക് വേണ്ടത് കൃപാവരങ്ങളാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ വേദനകൾ ഞാൻ മറന്ന്, എൻ്റെ വേദനകൾ ഞാൻ മാറ്റിവെച്ചിട്ട് അങ്ങേ ആരാധിക്കുവാൻ തുടങ്ങുകയാണ്, അങ്ങേ സ്തുതിക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങയുടെ ബലം എൻ്റെ മേൽ പകരണം, ഉയരത്തിലുള്ള ശക്തി എൻ്റെ മേൽ പകരണം. ഹല്ലേലൂയ, 120 പേർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട് പെയ്യ ആ ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെട്ട് വരണം. ഞാനും അഭിഷേകത്താൽ നിറയണം, എൻ്റെ വേദനകൾ മാറി ഞാൻ അങ്ങേ ആരാധിക്കണം, എൻ്റെ പാപത്തിന്റെ ശക്തികൾ പൊട്ടി ഞാൻ അങ്ങേ ആരാധിക്കണം, എൻ്റെ ഹല്ലേലൂയ സകല പ്രതിസന്ധികൾ മാറി ഞാൻ അങ്ങേ ആരാധിക്കണം. ഓ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, അപ്പാ എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, എൻ്റെ ഭാരങ്ങൾ മാറ്റി ഞാൻ അങ്ങേ ആരാധിക്കുക, എൻ്റെ വേദനകൾ മാറ്റി ഞാൻ അങ്ങേ ആരാധിക്കുക, എൻ്റെ തകർച്ചകൾ മാറി ഞാൻ അങ്ങേ ആരാധിക്കുക, ഞാൻ വിശ്വാസത്തോടെ അങ്ങേ ആരാധിക്കുക. ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ ശക്തിയെ പകരണമേ എന്ന് ഹല്ലേലൂയ. എത്ര പേർ ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവിനോടൊന്ന് പറയാം, ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവിനോടൊന്ന് പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയെ പകരുക, ഉയരത്തിലുള്ള ശക്തിയെ പകരുക, ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ആ കർത്താവിനോടൊന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വായ് വിസ്താരത്തിലോട്ട് തുറന്നുകൊണ്ട്, അപ്പാ എൻ്റെ മേൽ അഭിഷേകത്തെ പകരണമേ, എൻ്റെ വേദനയെ മാറ്റണമേ, എൻ്റെ ഭാരത്തെ മാറ്റണമേ, എപ്പോഴും എനിക്ക് മരിക്കണമെന്നൊരു
ഒരു ചിന്തയാണ്. അതിനെ ഇന്ന് പകൽക്കാലം ഉടച്ചു മാറ്റിയിട്ട് ക്രിസ്തുവേ അങ്ങയുടെ ഉയരത്തിലുള്ള ശക്തി എൻ്റെ മേൽ പകരുക, എൻ്റെ മേൽ പകരുക, എൻ്റെ മേൽ പകരുക. കർത്താവ് ഇങ്ങനെ പറയുക, ചില മരണത്തിന്റെ ആത്മാക്കളെ ഹല്ലേലൂയ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾ നിന്ന് വിട്ട് പുറത്ത് കളയുക. ഹല്ലേലൂയ. ആരൊക്കെ മരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന മേഖലയുടെ സ്ഥാനത്ത് ഹല്ലേലൂയ അതിനെ പൂർണ്ണമായി പണിയുന്ന പകൽക്കാലമാണ്, അതിനെ ഉടച്ചു മാറ്റുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിനോട് പറഞ്ഞപ്പാ എനിക്ക് പറ്റുന്നില്ല, ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ ശക്തിയെ പകരുക. അതുപോലെ ഹല്ലേലൂയ ഓൺലൈനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് ഹല്ലേലൂയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറഞ്ഞ് വായികളെ തുറന്ന് പറഞ്ഞപ്പാ ആ ശക്തി എന്നിൽ നിന്ന് ഉടഞ്ഞു മാറണം. വചനം പഠിപ്പിക്കുന്നുണ്ട്, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. സിംഹത്തിന്മേലും അണലിമേൽ നീ ചവിട്ട്, ബാലസിംഹത്തിനെ പെരുമ്പാമ്പിനെ മെതിച്ചു കളയും. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ അങ്ങനെ എന്തെങ്കിലും ചിന്ത കൊണ്ടിരുന്ന ദുഷ്ടശക്തിയെ നോക്കി പറഞ്ഞ് എന്നെ വിട്ട് എൻ്റെ കുടുംബത്തെ വിട്ട് വഴിമാറുക. ഓ റബഷാദുരിബിനിയ അലബർഷേഖേമനിയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ പകൽക്കാലമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തകർച്ചകൾ മാറുന്നൊരു പകൽക്കാലമാണ്. ഹല്ലേലൂയ നിന്റെ രോഗശക്തി മാറി കടന്നു പോകുന്ന പകൽക്കാലമാണ്. നിന്റെ വേദനകൾ മാറി കടന്നു പോകുന്ന പകൽക്കാലമാണ്. കർത്താവ് ഇങ്ങനെ പറയുക, നിന്റെ ഹല്ലേലൂയ വർഷങ്ങൾ കൊണ്ടുള്ള നിന്റെ കണ്ണുനീർ, ഹല്ലേലൂയ വർഷങ്ങൾ കൊണ്ടുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന പകൽക്കാലമാണ്. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ ആയിരുന്ന ചിലത് പ്രാപിച്ചിട്ടേ നിങ്ങൾ ഇന്ന് പകൽക്കാലം മടങ്ങിപ്പോകത്തുള്ളൂ. വിശ്വാസത്തോടായിരുന്ന ഹല്ലേലൂയ ചിലത് പ്രാപിക്കും, ചില നന്മകൾ പ്രാപിക്കും. നമുക്ക് നോക്കാമെങ്കിൽ ഹല്ലേലൂയ വചനം പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:20 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്ര ആകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുക, നമ്മളെ തന്നെ ഒരുക്കത്തോടെ ആയിരുന്ന, നമ്മളെ തന്നെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൊടുത്ത ആ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരിക. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ നടത്തേണ്ടതിന്, വീഴ്ചയുടെ നടുവിൽ വീഴാതെ നടത്തേണ്ടതിന്, ഹല്ലേലൂയ കാലിടറിപ്പോകാതെ വണ്ണം ക്രിസ്തുവിൽ നടക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ആ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുക. നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. ദാവീദ് എങ്ങനെ ആരാധിച്ചത്? ഹല്ലേലൂയ. അവന്റെ ഭാര്യ കളിയാക്കിയപ്പോൾ അതിന്റെ നടുവിൽ കർത്താവിനെ ആരാധിച്ചു, നൃത്തത്തോടെ ആരാധിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ സകലമായ വിഷയങ്ങളെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ കടബാധ്യതകളെ മാറ്റിവെച്ചിട്ട്, വിഷമതകളെ ഒക്കെ മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയമൊക്കെ ക്രിസ്തുവേ എന്നെ പണിയണമേ, എന്നെ നിറയ്ക്കണമേ, ഉയരത്തെ ശക്തിയാ അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനയോടായിരുന്ന, നിങ്ങൾ ഹല്ലേലൂയ വിശ്വാസത്തോടായിരുന്ന ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ കഴിയും, ക്രിസ്തുവിൽ നിന്ന് ചില നന്മകൾ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് നോക്കാമെങ്കിൽ ഹല്ലേലൂയ ദാവീദ് രാജാവ് ഹല്ലേലൂയ അവൻ ആരാധിച്ചൊരു ആരാധന ഉണ്ടായിരുന്നു. അവൻ ഹല്ലേലൂയ ഋത്തുകൊണ്ടും ഹല്ലേലൂയ വീതിയിൽ കൂടെ കർത്താവിന് നൃത്തത്തോടെ ആരാധിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾ എത്ര പേർ അങ്ങനെ ആരാധിക്കുന്നുണ്ട്? നമ്മളെ നിർമ്മിച്ച കർത്താവിന്റെ മുൻപാകെ നമ്മൾ ആരാധിക്കുവാൻ പലപ്പോഴും മടി കാണിക്കാറുണ്ട്. പലവിധമായ വിഷമതകൾ നമ്മളെ താഴ്ത്തുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമ്മൾ അടിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാതെ ആ കാറ്റിന്റെ ഗതിയോട് നമ്മൾ പിറകെ പോകുന്ന വ്യക്തികളാണ്, അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്ന വ്യക്തികളാണ്. കർത്താവ് നമ്മളോട് പറയുന്നത് ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട്, ആ ശക്തികളെ എതിർത്തുകൊണ്ട് ഹല്ലേലൂയ ആ ശത്രുവിന്റെ കാറ്റും തിരമാലയും ആ ശക്തിയോടെ പോകാനല്ല, അതിനോട് എതിർത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ വചനത്താൽ കൃപ പ്രാപിച്ച്, കർത്താവിന്റെ ശക്തി പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ തകർക്കുക ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല, ഒരു പാപത്തിനും കഴിയത്തില്ല, നിങ്ങളെ തകർക്കുന്ന വിഷമത്തിന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രാപിക്കേണ്ടത് ഉയരത്തിലുള്ള കൃപയാണ് പ്രാപിക്കേണ്ടത്. പൗലോസ് ഹല്ലേലൂയ അവൻ പ്രാപിക്കുവാൻ തുടങ്ങി, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവന്റെ കഷ്ടതകൾ അവൻ ഒന്നും ഹല്ലേലൂയ വിഷയമാക്കിയെടുത്തില്ല. അവന്റെ ഹല്ലേലൂയ അവന് കിട്ടുന്ന അടിയൊന്നും വിഷയമാക്കിയെടുത്തില്ല. അവൻ വിഷയമാക്കിയെടുത്തത് എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിന്റെ പൊന്മുഖം കാണണം, ആ സ്വർഗരാജ്യത്തിൽ കടന്നു ചെല്ലണം. അവന്റെ വേദനകൾ അവൻ കാര്യമാക്കാതെ, അവന്റെ ഭാരങ്ങൾ അവനെ കാര്യമാക്കാതെ, ഹല്ലേലൂയ അവനെ തകർക്കുന്ന പ്രതിസന്ധി
സംഗതികൾ അവൻ സാരമാക്കാതെ മുന്നോട്ട് പോയപ്പോൾ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു കൊണ്ടുപോകുവാനിടയായി. ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിക്കണമെങ്കിൽ, ചില കൃപാവരങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ചില കൃപാവരങ്ങൾ ജ്വലിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഉയരത്തിലുള്ള ശക്തി നമ്മൾ പ്രാപിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഉയരത്തിലുള്ള കൃപ പ്രാപിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. വിഷമത്തിന്റെ നടുവിൽ ശക്തനാക്കുന്ന ക്രിസ്തു ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്ന ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ആ കൃപാവന കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കണം. അപ്പാ, എനിക്ക് ആ ശക്തി ആവശ്യമാണ്. പ്രതികൂലത്തിന്റെ നടുവിൽ, കാറ്റിന്റെ നടുവിൽ, ഹല്ലേലൂയ, തിരമാലയുടെ നടുവിൽ തകർന്നു പോകാതെ വണ്ണം ഉറച്ചിരിപ്പാൻ, പാറമേൽ അടിസ്ഥാനമിട്ട വ്യക്തികളായി ഉറച്ചിരിപ്പാൻ ക്രിസ്തു എന്ന പാറമേൽ ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചോ, അപ്പ എനിക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളെ പണിയുന്ന പകൽക്കാലമാണ്, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പകൽക്കാലമാണ്. വചനം പഠിപ്പിക്കുന്നത് പോലെ യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, ആർ വസിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വസിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചേ, അപ്പ എനിക്ക് ആവശ്യമാണ് ആ ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവേ, ഹല്ലേലൂയ, എന്നെ ഒന്ന് ഉറപ്പിക്കണമേ, എന്നെ ഒന്ന് ഉറപ്പിക്കണമേ, ക്രിസ്തുവിൽ എന്നെ ഒന്ന് ഉറപ്പിക്കണമേ. പാപം ചെയ്യാതെ വണ്ണം, ലോകത്തിന്റെ ഇഷ്ടത്തിൽ വീണ് പോകാതെ വണ്ണം, എന്നെ ശത്രുവായവൻ തകർക്കാതെ വണ്ണം, പാപത്തിന്റെ ആസക്തികൾ എന്നെ തകർക്കാതെ വണ്ണം ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുള്ള വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചേ, ഓ ഹല്ലേലൂയ, ഉയരത്തിലുള്ള ശക്തി എനിക്ക് ആവശ്യമാണ്, ഉയരത്തിലുള്ള കൃപ എനിക്ക് ആവശ്യമാണ്. എന്നെ ഇതുവരെ പലവിധമായ രോഗത്തിന്റെ ശക്തികൾ വലട്ടുന്നുണ്ട്, ഇതുവരെ എന്നെ പലവിധമായ പാപത്തിന്റെ ശക്തികൾ എന്നെ അലട്ടുന്നുണ്ട്, ചില വിധമായ ഹല്ലേലൂയ ദുരാത്മാവിന്റെ ശക്തികൾ എന്നെ അലട്ടുന്നുണ്ട്. പിതാവേ, എനിക്ക് മരിക്കണം, മരിക്കണം, മരിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ചോദിച്ചോ, കർത്താവിനോട് ചോദിച്ചപ്പാ, എനിക്ക് അഭിഷേകം ആവശ്യമാണ്, എനിക്ക് കൃപാവരം ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ പകരണമേ, എൻ്റെ മേൽ പകരണം, എൻ്റെ മേൽ പകരണം. മറ്റുള്ള വ്യക്തികളെ കൊന്നുകൊണ്ടിരുന്ന പൗലോസ് അപ്പോസ്തലനെ ഹല്ലേലൂയ, അവൻ ക്രിസ്തുവിലോട്ട് അടുത്തു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എങ്ങനെയാ? അവന് ഏറ്റ കഷ്ടപ്പാടുകളൊക്കെ അതിൽ അവൻ സന്തോഷം കണ്ടെത്തി. അവന് കിട്ടിയ അടിയിൽ അവൻ സന്തോഷം കണ്ടെത്തി. കാരാഗ്രഹത്തിൽ അവൻ സന്തോഷം കണ്ടെത്തി. ഹല്ലേലൂയ, അവനെ ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ അവൻ സന്തോഷം കണ്ടെത്തി. അവന്റെ രോഗത്തിന്റെ നടുവിൽ അവൻ സന്തോഷം കണ്ടെത്തി. കാരണം എന്താണ്? ആ സന്തോഷം, ഉയരത്തിലുള്ള സന്തോഷം നമ്മുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി, നമ്മുടെ മേൽ വ്യാപരിച്ച സകല കഷ്ടപ്പാടുകളെ ജയിക്കുവാൻ തക്കതായ ശക്തി, സകലത്തിലും പുതുക്കി വരത്തക്കവണ്ണമുള്ള ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽക്കാലം ആ ഒരു ശക്തി നമ്മൾ പ്രാപിക്കുവാൻ തുടങ്ങിയ, ആ കൃപാവരം നമ്മളൊന്ന് പ്രാപിക്കുവാൻ തുടങ്ങിയ, ഹല്ലേലൂയ, നമ്മളെ തകർക്കുവാൻ ഈ ലോകത്തുള്ള ഒരു അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. നമ്മളെ തകർക്കുവാൻ ഈ ലോകത്തിൽ കാണുന്ന ഒരു മനുഷ്യനും പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വാസത്തോടെ കർത്താവിനോട് ചോദിച്ചേ, അപ്പ എനിക്ക് ആവശ്യമാണ് ആ ഉയരത്തിലുള്ള കൃപ, എനിക്ക് ആവശ്യമാണ് ആ ദൈവത്തിന്റെ ശക്തി, എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ നേടുവാൻ വേണ്ടിയാണ്. അവൻ അവസാനത്തുള്ള രക്തം വരെ നൽകി എന്തിനു വേണ്ടിയാണ്? നമ്മളെ നേടുവാൻ വേണ്ടിയാണ്. അവന്റെ ശരീരം ഹല്ലേലൂയ ചിന്തപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അവന്റെ രക്തവും മാംസവും ചിന്തപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ, ഉഴവ് ചാലുകൾ പോലെ ശരീരം കീറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അതൊക്കെ സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് പകൽക്കാലം നമ്മുടെ വിടുതലാണ്. വിശ്വാസമുള്ളവർ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് പകൽക്കാലം ഞാൻ വിടുവിച്ച് മടങ്ങി പോകത്തുള്ളൂ, ഇന്ന് പകൽക്കാലം ഞാൻ രക്ഷ കണ്ടെത്തിയിട്ട് മടങ്ങി പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായികളെ തുറന്ന് കർത്താവിനോട് പറഞ്ഞേ, അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരിക്കലും ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിയില്ലാത്തവനായിട്ടല്ല, ഞാൻ അത് പ്രാപിച്ചിട്ടേ മടങ്ങി പോകത്തുള്ളൂ. ഓ റബ ഷേക്കേമനിയ. ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചോ, എനിക്ക് പ്രാപിക്കണം, എനിക്ക് ചിലത് പ്രാപിക്കണം, ഉയരത്തിൽ നിന്ന് പ്രാപിക്കണം. ശബ്ദം ഉയരട്ടെ, ഈ ശബ്ദം പോലെ ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിനോട് ചോദിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിനോട് ഹല്ലേലൂയ സംസാരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉയരത്തിലോട്ട് നോക്കി, അപ്പാ എനിക്ക് കൃപ വേണം, എനിക്ക് ആ ശക്തി വേണം, വിശുദ്ധിയോടെ ജീവിപ്പാ, വേർപാടോടെ ജീവിപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ എൻ്റെ മേൽ നിറയുക, ഞങ്ങളുടെ മേൽ നിറയുക, നിറയുക, നിറയുക. ശബ്ദം ഉയർത്തി കർത്താവിനോട് ചോദിച്ചു തുടങ്ങിക്കോ. ഓ റബ ബബ ഷാദു റബ നവൽ ശബ്ദമന
ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പകൽക്കാലമാണ്. ഓ ഹല്ലേലൂയ, വീര്യം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഹല്ലേലൂയ സർവശക്തനാകുന്ന യഹോവ നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. ആ കർത്താവിനോടൊന്ന് ചോദിച്ച ഇന്ന് പകൽക്കാലം നിങ്ങൾ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്ത പരമായി ചെയ്യുവാൻ കഴിവുള്ള ഓ ഹല്ലേലൂയ കരവുമായി ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കൽ കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ ഭാരത്തിന്റെ നടുവിലാണോ കടന്നു വന്നിരിക്കുന്നത്? വേദനയുടെ നടുവിലാണോ? മക്കളെ ചൊല്ലുള്ള ഹല്ലേലൂയ ഭാരമാണോ? മാതാപിതാക്കളെ ചൊല്ലി ഭാരമാണോ? അതോ മറ്റുള്ളവരെ ചൊല്ലി ഭാരമാണോ? എങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ഉടച്ചു മാറ്റിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിനെ പകർന്ന് അതിൽ നിന്ന് ജയം കരയേറ്റുക, അതിൽ നിന്ന് വിശ്വാസത്തോടെ ഓടുക, വിശ്വാസത്തോടെ പോരാടുക. ഓ അതേ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേലും ഇറങ്ങിച്ചലിക്കുക. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഷാദുറിയാൽ അവർഷം ദമനിയ. പത്രോസ് പലപ്പോഴും കർത്താവിനെ തള്ളി പറഞ്ഞിട്ട്, പത്രോസ് പലപ്പോഴും ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ 3 വട്ടം തള്ളി പറഞ്ഞ് അവൻ പോയപ്പോൾ കർത്താവ് സ്നേഹത്തോടെ അവന്റെ അടുക്കൽ പോയത് എന്തുകൊണ്ടാണ്? അവൻ കർത്താവ് അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് പറയുക, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എത്ര തന്നെ പാപത്തിന്റെ നടുവിലായിരുന്നാൽ, എത്ര തന്നെ പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാൽ, അതിന്റെ നടുവിൽ നിങ്ങൾ മാനപാത്രമാക്കി മാറ്റുവാൻ കഴിവുള്ള, മാനപാത്രമാക്കി മാറ്റുവാൻ കഴിവുള്ള പ്രതിസന്ധികളെ നോക്കാതെ വേണ്ട, പ്രതികൂലങ്ങളെ നോക്കാതെ വേണ്ട, നിന്റെ കരത്ത് പിടിച്ച് ഹല്ലേലൂയ മാനപാത്രമാക്കി മാറ്റുവാൻ കഴിവുള്ള ഓ റാഷേക്കേമനിയ റിബിനിയാൽ അവർഷം നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഓ സർവശക്തനാകുന്ന യഹോവ. ഓ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വചനം പഠിപ്പിക്കുന്നത് പോലെ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കും. നിന്നെ തകർക്കുവാൻ ഇരിക്കുന്ന, നീ മുടിഞ്ഞു പോകുക, നീ തകർന്നു പോകുക, നിനക്കൊന്നും കാണത്തില്ല എന്ന് പറയുന്ന വ്യക്തികളുടെ നടുവിൽ ശത്രുക്കൾ വിധി എഴുതുക. ഹല്ലേലൂയ, ഇവന് വിശ്വാസത്തോടെ ജീവിക്കുവാൻ കഴിയത്തില്ല, ഇവന് പാപം ജയിക്കുവാൻ കഴിയത്തില്ല എന്ന് ശത്രുക്കൾ മറ്റുള്ളവർ വിധി എഴുതുന്നതിന്റെ സ്ഥാനത്ത് അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുവാൻ കഴിവുള്ള ഓ ഹോളി ആ കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. ഓ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ പരിഹാസവും ഏറ്റു തകർന്ന വ്യക്തികളാണോ? ഹല്ലേലൂയ, കരഞ്ഞു കരഞ്ഞ് തകർന്ന വ്യക്തികളാണോ? പലവിധമായ വേദനയുടെ നടുവിൽ ഇനി എനിക്ക് മരിച്ചാൽ മതി പിതാവേ എന്ന് ചിന്തിച്ച വ്യക്തിയാണോ? ഹല്ലേലൂയ, ചിന്തകളെ മാറ്റി കുറിക്കുവാൻ കഴിവുള്ള കർത്താവ്. ഹല്ലേലൂയ, മരുഭൂമിയുടെ നടുവിൽ ഒരു നീരുറവെ തുറന്നു കൊടുത്ത കർത്താവ്. ഓ ഷാദുറിബിനിയാൽ അവർഷം ദമനിയ. ഇന്ന് പകൽക്കാലം മരിക്കുവാൻ കിടന്ന ഏലിയാവിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന കർത്താവ്, ദൂതൻ ഇറങ്ങിച്ചെന്ന് അവനെ ബോഷിപ്പിച്ച കർത്താവ്. ഇനിയും ദൂരെ യാത്രയുണ്ട് നിനക്ക്. ഹല്ലേലൂയ, അതെ അതെ അതെ. ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിക്കുവാൻ കർത്താവ് ചില വ്യക്തികളോട് ഇങ്ങനെ ആലോചന പറയുക. നിന്നെ തകർത്തുകൊണ്ടിരുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ മാറ്റി ഒരു ദൂരെ യാത്രയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ശക്തിയെ പകർന്ന് ഓ ഹല്ലേലൂയ, നീ തകർന്നു, നീ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ പുറത്തെടുത്ത് അനേകം പേരുടെ അടുക്കൽ ഹല്ലേലൂയ വചനം എത്തിയിട്ടില്ലാത്ത ചില ദ്വീപുകളുടെ അടുക്കൽ, വചനം എത്തിയിട്ടില്ലാത്ത ചില വ്യക്തികളുടെ അടുക്കൽ ഓ ഷാദാറസേക്കമനെ അത് പ്രാപിച്ചോ. ഇന്ന് പകൽക്കാലം ചില വ്യക്തികൾ ഹല്ലേലൂയ ആ അഭിഷേകത്താൽ നിറയ്ക്കുക, ഒരു ദൂരയാത്രയ്ക്ക് അയക്കുക, ദൂരയാത്രയ്ക്ക് ഓ ഹല്ലേലൂയ 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 ദൂരയാത്രയ്ക്ക് ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് നീ ഹല്ലേലൂയ മിനുക്കമുള്ള കല്ലാകുവാൻ വേണ്ടിയാണ്, മിനുക്കമുള്ള ഒരു വസ്തുവാകുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം നിന്നെ മിനുക്കിയെടുത്ത് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന് നിന്നെ അനേക വ്യക്തികളുടെ അടുക്കൽ ഹല്ലേലൂയ നിന്റെ ഭാരങ്ങളെ മാറ്റി, പ്രതിസന്ധികളെ മാറ്റി, വിഷമതകളെ മാറ്റി, നിന്റെ ഒരു ഹല്ലേലൂയ നിന്റെ സാക്ഷ്യവുമായി കഴിവുള്ള വ്യക്തികളുണ്ടെങ്കിൽ അത് പ്രാപിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ പകൽക്കാലമാണ്. ഇന്നത്തെ പകൽക്കാലം നിന്റെ പകൽക്കാലമാണ്. നിന്റെ പകൽക്കാലമാണ്. ഓ ഹല്ലേലൂയ, അഭിഷേകത്താൽ നിറയുവാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം നിറയണം. ആ ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം നിറഞ്ഞാൽ ഹല്ലേലൂയ ഓ റഷകേമനിയ ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് പോലെ ഞാൻ സകല ജഡത്തിന്റെ മേലും ഹല്ലേലൂയ എന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ അഭിഷേകം
അഭിഷേകത്തെ കൈമാറിട്ട് പുറത്തയക്കുന്നത് മറ്റുള്ളവരോട് അഭിഷേകത്തെ പകരുക, മറ്റുള്ളവരുടെ മേൽ അഭിഷേകത്തെ പകരുക. ഇന്ന് പകൽക്കാലം നിന്നെ ഒരു ആയുധമാക്കി. ഓ കർത്താവ് നിന്നോട് പറയുന്നു, നീ പലപ്പോഴും പല പഴുതുകൾ പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല പിതാവേ, എനിക്ക് പോകുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വചനം പ്രസംഗിക്കുവാൻ അറിയത്തില്ല, എനിക്ക് പാടുവാൻ അറിയത്തില്ല, എനിക്ക് മറ്റുള്ളവരോട് ഇടപെടുവാൻ അറിയത്തില്ല. പക്ഷെ കർത്താവ് നിന്നോട് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. വിക്കനായ മോശയുടെ നാവിന്റെ മേൽ ഇറങ്ങിച്ചെന്ന് അവനെ വഴി നടത്തി ഒരു രാജ്യത്തെ പുറത്തു കൊണ്ടുവന്ന കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് ആലോചന പറയുക. ഓ നിന്റെ കരത്തെ ഞാൻ പിടിക്കുക, അല്ല നീ ഒരു അനുഗ്രഹമായി മാറ്. രാജ്യങ്ങൾ തോറും, രാഷ്ട്രങ്ങൾ തോറും, പട്ടണം തോറും എന്റെ വചനത്തെ ചുമക്കുന്ന, എന്റെ വചനത്തെ ചുമക്കുന്ന ഒരു ആയുധമായി ഒരു ആയുധമായി, ഒരു മൂർച്ചയേറിയ പൂണിയിൽ സൂക്ഷിച്ചുള്ള ഒരു ആയുധമായി നിന്നെ മാറ്റുന്നു 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 മാറ്റുന്നു. പലപ്പോഴും പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോയ വ്യക്തിയെ കർത്താവ് അവന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് കടപ്പുറത്ത് ചെന്നിട്ട് അപ്പോ മീനിച്ചിട്ട് അവന് വേണ്ടി കാത്തിരുന്നു. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ വന്നപ്പോൾ ഒരു അഭിഷേകം അവന്റെ മേൽ തട്ടി, അവന്റെ മേൽ ഒരു വെളിപ്പാട് ഉയരത്തിലുള്ള ശക്തി തട്ടിയപ്പോൾ അവൻ അവിടെ എഴുന്നേറ്റ്. നിന്റെ മേൽ കർത്താവ് ഒരു അഭിഷേകത്തെ പകരുക, മറ്റുള്ളവരോട് വചനം സംസാരിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, അന്നന്റെ കണ്ണു തുറക്കുക, ഓ ചെകിടന് കേൾവി നൽകുക. നിന്നെ പോലെ തകർച്ചയിലായിരിക്കുന്ന വ്യക്തികളുടെ തകർച്ചയെ നിന്റെ പ്രാർത്ഥനയിലൂടെ മാറ്റേണ്ടതിന് നിന്റെ മേൽ ശക്തിയെ പകരുക. ഇന്ന് പകൽക്കാല ചില 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 കൃപാവരങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്, നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ഓ ഹാലലൂയ. കർത്താവ് ചില വ്യക്തികളോട് ആലോചന പറയുക, രാജ്യങ്ങൾ തോറും ഞാൻ നിന്നെ കൊണ്ടുപോകും. ഹാലലൂയ. രാജ്യങ്ങൾ തോറും നീ വിചാരിക്കും എനിക്ക് പഠിപ്പില്ല, എനിക്ക് ഒന്നുമില്ല, എനിക്ക് പ്രൗഢിയില്ല, എനിക്ക് പണമില്ല, ഒന്നുമില്ല. പക്ഷെ കർത്താവ് നിന്നോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിനക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകും. ഓ റാത്തേ കേമനിയ, പറയേണ്ട വാക്ക് ഞാൻ നിന്റെ നാവിന്റെ മേൽ ആ സെക്കൻഡ് ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ പകൽക്കാലമാണ്. അത് പ്രാപിക്കുവാൻ കഴിയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അത് പ്രാപിച്ചു തുടങ്ങിക്കോ. ഒരു അസാധാരണമാകുന്ന ചിലതിന് ഇടിക്കുവാൻ കഴിവുള്ള, ചിലതിന് ഹല്ലേലൂയ മാറ്റുവാൻ കഴിവുള്ള ഓ കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുക, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, പക്ഷേ അതിലോട്ടൊന്ന് അടുത്തു വന്നാൽ നിന്റെ ആദ്യ സ്നേഹത്തിലോട്ടൊന്ന് അടുത്തു വന്നാൽ ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തു. ഓ ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥനയുള്ള വ്യക്തിയായിരുന്നു, കഴിഞ്ഞ നാളുകൾ വചനധ്യാനമുള്ള വ്യക്തിയായിരുന്നു, കഴിഞ്ഞ നാളുകൾ ഹല്ലേലൂയ കർത്താവ് മാത്രം മതിയെന്ന് പറഞ്ഞ് നടന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എവിടെയോ നീ വീണുപോയി, എവിടെയോ നീ തകർന്നു പോയി. പക്ഷേ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുകയാണ്, ആരോടൊക്കെ പറയുകയാണ്, ഹല്ലേലൂയ, ഒന്ന് മടങ്ങി വന്നാൽ ഞാൻ നിന്നെ പണിത് ഹല്ലേലൂയ ഹല്ലേലൂയ വിശിഷ്ടമായൊരു ആയുധമാക്കി നിന്നെ ഞാൻ പണിത് പുറത്തെടുക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരാധിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആരാധിച്ചോ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പകൽക്കാലമാണ്, ഒരു വിടുതലിന്റെ പകൽക്കാലമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വിഷമത്തിന്റെ നടുവിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കിട്ടുന്നത് ഹല്ലേലൂയ ഒരിക്കലും അത് തകർച്ചയായിട്ട് കാണാതെ അത് ഹല്ലേലൂയ എനിക്കൊരു ആനന്ദമാണ്, എനിക്കത് ആശ്വാസമാണെന്ന് പറഞ്ഞ് ആരാധിച്ച അതിന്റെ 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടത്, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് യാചിച്ച് തുടങ്ങിക്കോ.
ഒന്ന് ശബ്ദമുയർത്തി തുടങ്ങിക്കോ, ഒന്ന് മുട്ടി തുടങ്ങിക്കോ. കർത്താവേ, എനിക്ക് വേണ്ടി വലിയൊരു വഴി എനിക്ക് തുറക്കണം. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങൾക്കൊരു പരിഹാരം വേണം, എനിക്കൊരു മാറ്റം വേണം. എൻ്റെ പ്രതിസന്ധികളൊന്നും മാറണം, എൻ്റെ കഷ്ടപ്പാടുകളൊന്നും മാറണം, വേദനകളൊന്നും മാറണം, ഞെരുക്കമൊന്നും മാറണം. ഹല്ലേലൂയ. യാചിക്കുന്നവനെ പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. അന്വേഷിക്കുന്ന വ്യക്തി മാത്രമേ അത് കണ്ടെത്തത്തുള്ളൂ. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ അനേകം പേർ ഓടുന്നുണ്ട്, പക്ഷെ ബിരുദം പ്രാപിക്കുന്നവൻ ഏകനാണ്. കാരണം അവൻ ഓടുന്നത് ഹല്ലേലൂയ ഒരിക്കലും പിന്നിലോട്ട് തിരിഞ്ഞിട്ടല്ല, അവൻ ഓടുന്നത് മുന്നിലോട്ട് തിരിഞ്ഞ് അവൻ വെച്ചിട്ടുള്ള ഹല്ലേലൂയ സമ്മാനം കണ്ടിട്ട് അവൻ ഓടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പലരും ഹല്ലേലൂയ പലരും ഓടുന്നത്, നമ്മൾ ഓടുന്നുണ്ട്, പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കിയാ ഓടുന്നത്, പാപത്തെ നോക്കിയാ ഓടുന്നത്. ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ ഓടുവാൻ തുടങ്ങിയ ഓ റബന ദുർബന വർഷം തമനിയ ഓ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നന്മകൾ ശത്രുവായവൻ അപകരിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ട്. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങൾ അലറുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം തിരിഞ്ഞു നോക്കാതെ വണ്ണം ക്രിസ്തുവിന് വേണ്ടി ഒരു പടക്കുതിരയെ പോലെ ഓടുവാൻ ആഗ്രഹമുള്ള വ്യക്തി ഉണ്ടെങ്കിൽ, പടക്കുതിരനെ പോലെ ഓടുവാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്ന് ഓടി തുടങ്ങിക്കോ. ഇന്ന് പകൽക്കാലം നിന്നെ പുറത്തെടുക്ക്. കഴുതയുടെ പുറത്ത് കർത്താവ് ഇരുന്നപ്പോൾ ഒരിക്കലും മാനം ലഭിക്കത്തില്ല. എപ്പോഴും ബന്ധനത്തിലായിരിക്കുമായിരുന്ന കഴുതയുടെ മുൻപാകെ കർത്താവ് അതിന്റെ പുറത്ത് കയറി ഇരുന്നപ്പോൾ അവനൊരു അംഗീകാരം കിട്ടിയതുപോലെ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ക്രിസ്തു കയറിയിരുന്ന, ക്രിസ്തു വസിച്ചു തുടങ്ങിയ ഹല്ലേലൂയ ഒരിക്കലും തകർച്ചയല്ല വരുന്നത്. അതൊരു നന്മയാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു മാറ്റമാണ്. വിശ്വാസമുള്ള വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറഞ്ഞ്, അപ്പാ എൻ്റെ മേലൊന്ന് ഇറങ്ങി വരണമേ, അവിടുത്തെ ശക്തി എൻ്റെ മേലൊന്ന് പകരണമേ, ദൈവത്തിന്റെ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് പോലെ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഉയരത്തിലുള്ള ആശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്ന, ഉയരത്തിലുള്ള ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്ന, ഉയരത്തിലുള്ള കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്ന, ഏത് തകർച്ചയുടെ നടുവിൽ വീണു പോകാതെ, ഏതൊരു പ്രതിസന്ധിയുടെ മുൻപാകെ വീണു പോകാതെ, ഏതൊരു വീഴ്ചയുടെ നടുവിൽ വീണു പോകാതെ, ഒരു കുഴിയിൽ വീണു പോകാതെ കർത്താവ് നമ്മൾ വഴി നടത്ത്. കർത്താവ് നമ്മുടെ കരത്തെ പിടിക്ക്. മുന്നോട്ടുള്ള പാതകൾ ദുർഘടമാണെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലായിരിക്കും നമ്മൾ നടക്കുന്നത്. ഓ, ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ഓ അത് ഇന്ന് പകൽക്കാലം നിങ്ങളെ പണിത് പുറത്തെടുക്കുക, പുതിയൊരു ആയുധമാക്കി, പുതിയൊരു വസ്തുവാക്കി. ഹല്ലേലൂയ. ഗോൾഡ് എങ്ങനെയാ അത് തിളങ്ങുന്ന രീതിയിൽ ഹല്ലേലൂയ ശോഭയുള്ളതായി പുറത്തു വരുന്നത്. ഹല്ലേലൂയ. അതിന്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു പണി അതിന്റെ പിറകിലുണ്ട്. അതിന് വേദനകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്, അടിയേൽക്കേണ്ടി വരുന്നുണ്ട്, ചപ്പലുകൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതിന്റെ നടുവിൽ അതിനെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പിന്നത്തേത് മറ്റുള്ളവർ കാണേണ്ടത് ആകർഷകമുള്ള ഒരു വസ്തുവായി മാറുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഒരു ആകർഷണമുള്ളൊരു വ്യക്തിയായി മാറണമോ? അല്ല, മറ്റുള്ളവർ കാണുമ്പോൾ ഇവൻ ദൈവത്തിന്റെ പൈതലെന്ന് വിളിക്ക് യോഗ്യതയുള്ളവരായി മാറണമോ? മറ്റുള്ളവരോട് വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സാക്ഷ്യമുള്ളവരായി നിൽക്കണമോ? എങ്കിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഉയരത്തിലുള്ള ശക്തി പ്രാപിച്ച, ഉയരത്തിലുള്ള കൃപ പ്രാപിച്ച എവിടെ തന്നെ നിന്നാൽ ഇവൻ ദൈവത്തിന്റെ പൈതൽ. ഓ റബശബ്ദമനെ ഒരിക്കലും നമ്മുടെ മുഖമല്ല കാണുന്നത്, അവിടെ ക്രിസ്തുവിന്റെ മുഖം കാണുക. ഹല്ലേലൂയ. ചില പൈശാചിക മണ്ഡലങ്ങൾ അലറി മാറും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട്, അപ്പാ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ ആയിരിക്കണം.